ഇദ്ദേഹം പുരാതനമായ അസ്ഥികൂടം കണ്ടെത്തി. അയാൾ യാദൃഷ്ടികമായി ഒരു നനഞ്ഞ തൂവാല അസ്ഥികൂടത്തിന്റെ മുകളിലേക്ക് എറിഞ്ഞു. അവിടെ നിന്നും പോയി. ടവലിൽ നിന്ന് കുറച്ച് ഫ്യൂവൽ ബ്ലഡ് അസ്ഥികൂടത്തിന്റെ വിള്ളലുകളിലേക്ക് പതുക്കെ ഒഴുകി. അയാൾ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ സമീപത്തുള്ള സസ്യങ്ങൾ ഉണങ്ങി വരണ്ടുപോയി. ഇതു കണ്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. ടവൽ വേഗത്തിൽ നീക്കം ചെയ്തു. എന്നാൽ അതിലും ഭയാനകമായ ഒരു കാഴ്ച പ്രത്യക്ഷപ്പെട്ടു. അസ്ഥികൂടത്തിന്റെ അസ്ഥികളിൽ സ്വർണ്ണ നൂലുകൾ വളരാൻ തുടങ്ങി. നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയുന്നത്ര വേഗത്തിൽ പടർന്നു. അയാൾ ടവലിൽ നിന്ന് കൂടുതൽ ഫ്യൂവൽ ബ്ലഡ് എടുത്ത് അസ്ഥികൂടത്തിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. അസ്ഥികൂടം അത് കൂടുതൽ ആഗിരണം ചെയ്തപ്പോൾ സ്വർണ്ണ നൂലുകൾ കട്ടിയുള്ളതായി മാറി. മാത്രമല്ല, ചർമ്മം പതുക്കെ തലയോട്ടിക്ക് മുകളിൽ രൂപപ്പെടാൻ തുടങ്ങി. കത്തി ഉപയോഗിച്ച് അയാൾ ചർമ്മം മുറിക്കാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് ഇലക്ട്രിക് കറന്റ് പ്രവഹിക്കാൻ തുടങ്ങി. അസ്ഥികൂടത്തിനുള്ളിലെ ഹൃദയം ചുവപ്പ് നിറത്തിൽ തിളങ്ങാൻ തുടങ്ങി. മരിച്ചവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള തിടുക്കത്തിൽ അയാൾ ഗ്രൗണ്ടിൽ നിന്ന് 2 ബക്കറ്റ് ഫ്യൂവൽ ബ്ലഡ് കൊണ്ടുവന്ന് അസ്ഥികൂടത്തിന്റെ മുകളിൽ ഒഴിച്ചു. എന്നാൽ ഇത്തവണ അസ്ഥികൂടം യാതൊന്നും ആഗിരണം ചെയ്തില്ല. നിരാശനായ അയാൾ പുറത്തേക്ക് പോയി. പുറത്തേക്കിറങ്ങിയ ഉടനെ തൽക്ഷണം അസ്ഥികൂടം മുഴുവൻ ഫ്യൂവൽ ബ്ലഡും ആഗിരണം ചെയ്തു. അവൻ തിരിച്ചെത്തിയപ്പോൾ അസ്ഥികൂടം അപ്രത്യക്ഷമായി. പെട്ടെന്ന് അവന്റെ പിന്നിലെ വാതിലിൽ നിന്ന് തിളങ്ങുന്ന വെളുത്ത പ്രകാശം ജ്വലിക്കുന്നതവൻ കണ്ടു. ആകാംക്ഷയോടെ അവൻ വാതിൽ തുറന്നു. ആകാശത്തൊരു രൂപം തിളങ്ങുന്ന പ്രഭാവലയത്തോടെ നിൽക്കുകയായിരുന്നു.